ഹലോ ഗൈസ്, എല്ലാവർക്കും ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എല്ലാവരോടുമായിട്ട് പറയാൻ താല്പര്യപ്പെടുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നുണ്ട്. ഇന്നും വരും, ഇന്നത്തെ ദിവസവും വരും, നാളെയും വരും. നമ്മൾ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ നാളെയും വരും. പക്ഷെ പല പ്രശ്നങ്ങൾക്കും നമ്മൾക്ക് നമ്മുടെ ചിന്തകളിൽ കടിഞ്ഞാണിടുന്നതിലൂടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. ഇന്നുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അത് ഇന്നത്തെ ചിന്തകളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പം നമ്മൾ ഏത് സമയത്ത് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നാളത്തേക്കുള്ളൊരു ഇമ്പാക്റ്റ് വരുന്നത്. പരിപൂർണമായിട്ടും ക്ഷമ എന്നുള്ളൊരു വാക്കിനെ നമ്മൾ അടിയുറച്ച് നിൽക്കുകയാണ്. എന്ത് കേട്ടാലും എന്ത് നമ്മുടെ എതിരെ വന്നാലും നമ്മൾ ക്ഷമിച്ചതെല്ലാം, വാക്കുകളാണ് വരുന്നതെങ്കിൽ അത് ക്ഷമിച്ച് കേൾക്കും, പ്രവൃത്തികളാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ ക്ഷമിച്ച് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടി നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും പ്രയത്നിക്കുക. പിന്നെ ഞാൻ പാട്ടുകളുടെ കാര്യം എപ്പോഴും പറയാറുണ്ട്, ഞാനും പാടാറുണ്ട്. അപ്പോൾ മനസ്സിന് ഇണങ്ങുന്ന മൂളിപ്പാട്ടുകൾ നമ്മൾ പാടുന്നുണ്ടെങ്കിൽ ഓർത്തോ, നമ്മുടെ മനസ്സിൽ കുറച്ച് സമാധാനം എവിടെയോ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ മൂളിപ്പാട്ട് പാടുന്ന കൂട്ടത്തിൽ ഞാൻ പല പാട്ടുകൾ, ഹിന്ദി പാട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്, അതേപോലെ മലയാളം പാട്ടുകൾ. അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാപ്പിളപ്പാട്ട്, ഒരു പാട്ടാണ്, സിനിമാ പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. മിഴിയണ ഞാൻ അടയ്ക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം, മിഴിയണ ഞാൻ തുറന്നാലോ നിലവുകളിൽ നീ മാത്രം, കൽപ്പന തൻ ആരാമത്തിൽ പ്രേമവാഹിനി ഒഴുകുമ്പോൾ കൽപ്പടവിൽ കണ്ടതെല്ലാം നിൻമുഖം മാത്രം, മിഴിയണ ഞാൻ അടയ്ക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം, മിഴിയണ ഞാൻ തുറന്നാലോ നിലവുകളിൽ നീ മാത്രം. അർത്ഥവത്തായിട്ടുള്ള വരികൾ, ആ വാക്കുകളുടെ കോർഡിനേഷനും കമ്പോസിഷനും കാര്യങ്ങളെല്ലാം എന്താ പറയുക, അത് വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ മാധുര്യമുണ്ട്. ഞാനതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ പല സിറ്റുവേഷൻസ് വരും, സന്ദർഭങ്ങൾ വരും. അപ്പോൾ ഞാൻ അതും എടുത്തടിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നമ്മൾ ദിവസവും നമ്മൾ എന്തിനു വേണ്ടി നമ്മുടെ ലൈഫിൽ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധ കൊടുക്കുക, അതേപോലെ തന്നെ അതിൽ അറ്റൻഡൻസ് കൊടുക്കുക, അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ആ ഫോക്കസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിനുശേഷമുള്ള ഒരു ലൈഫ് ഉണ്ട്, നമ്മുടെ ഫാമിലി ലൈഫ് വേണ്ട എല്ലാ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ആ ജോലിക്ക് കൊടുക്കുന്ന അറ്റൻഷനാണ്. അപ്പോൾ ഇതിൽ ആ അറ്റൻഷൻ എന്നുള്ള വാക്കിനാണ് പ്രാധാന്യമുള്ളത്. അതേപോലെ അത് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ റിസൾട്ട്സ് കിട്ടും. ബെറ്റർ റിസൾട്ട്സ് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ആഫ്റ്റർ വേർഡ്സ് ആയിട്ട് വരുന്നതാണ് സമാധാനം. നമുക്ക് ബെറ്റർ ഔട്ട്പുട്ട് കിട്ടും, ബെറ്റർ സാലറി കിട്ടും, അപ്പോൾ നമുക്ക് സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ഞാൻ അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു ചെറിയൊരു രൂപരേഖ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പുസ്തകം എഴുതുന്ന കാര്യം ആരോടും ഇങ്ങനെ പറയരുത് എന്നൊക്കെ പല കാറ്റഗറിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ലൈഫാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. മേ ബി ഈ വർഷം ഇറങ്ങാം, അല്ലാതെ അടുത്ത വർഷം ഫസ്റ്റ് ഫെബ്രുവരിയോ ജനുവരിയോ ഒക്കെ ആയിട്ട് ഇറങ്ങാനായിട്ടാണ് സാധ്യത. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇറ്റ്സ് മീ ഹോക്കറാസ് സൈനിങ് ഓഫ്.